വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീസൺ ഡിസ്പാച്ചുല. ഇന്ന് നമുക്ക് ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. അതിനായി 1 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് എല്ലാം ചേർത്ത് നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റിന് ശേഷം ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം. ചെമ്മീൻ ഓരോന്നായി ഇതുപോലെ ഇട്ട് ഒരു ഭാഗം വെന്തതിന് ശേഷം അടുത്ത ഭാഗം മറിച്ചിട്ട് അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ചെമ്മീനെല്ലാം വറുത്തെടുത്ത് ആ എണ്ണയിലേക്ക് തന്നെ ഒരു 6 സവോള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. സവോളയൊന്ന് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. മൂടി വെച്ചാൽ പെട്ടെന്ന് സവാള റെഡിയാകും. അപ്പോഴേക്കും നമുക്ക് മസാല പൊടിച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, അങ്ങനെ ബിരിയാണിക്കുള്ള എല്ലാ മസാലകളും ഇട്ട് ബേ ലീഫ്, പെരിഞ്ജീരകം ഇതൊക്കെ ഇട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഉള്ളി ഒരുവിധം വഴണ്ടു വന്നിട്ടുണ്ട്. കുറച്ച് സമയവും കൂടെ ഒന്ന് അടച്ചു വെക്കാം. ഉള്ളി ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 തക്കാളിയും കൂടെ ചേർത്ത്, ഞാൻ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ചേർത്ത് വേവിച്ചെടുക്കാം. ഇതുപോലെ വഴറ്റിയെടുക്കാം. അതുമൊന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും തക്കാളി നല്ല സോഫ്റ്റായി കിട്ടും. തക്കാളിയെല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലകൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കാം. നേരത്തെ അരച്ചു വെച്ച ബിരിയാണി മസാല ഇതിൽ ചേർക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് ചേർക്കണം. ആ ജാറ് കഴുകിയ ആ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ മുറിച്ച് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ വറുത്ത് വെച്ച ചെമ്മീനും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇതും കൂടെ ആയാൽ ബിരിയാണി മസാല റെഡിയായി. ഇനി ഇതിലേക്ക് ഈ മസാല കുറേശ്ശെയായിട്ട് ലെയറായിട്ട് നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച ചോറ് ആദ്യം മസാല ഇട്ടു, അതിൻ്റെ മേലെ ചോറിട്ടു, വീണ്ടും മസാല, അതിൻ്റെ മേലെ ചോറ്, അങ്ങനെ ബിരിയാണി റെഡിയാക്കിയെടുക്കാം. മൂന്ന് ഗ്ലാസ് അരിയാണ് വേവിച്ചെടുത്തത്. ബിരിയാണി റെഡിയായി. ഞാനിങ്ങനെയാണ് ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കുന്നത്. ചൂടോടുകൂടെ ചെമ്മീൻ ബിരിയാണി കഴിക്കാം.
നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ.